ഇന്ന് ഈ വാർത്താപ്പകൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത RSS ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബല്ലയുമായി തൃശ്ശൂരിൽ ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയായിരുന്നു. സ്വകാര്യ സന്ദർശനമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ഇന്ന് ADGP വിശദീകരിച്ചു. എന്നാൽ സ്വകാര്യ വാഹനത്തിലെത്തിയത് DGPയെയും ഇൻ്റലിജൻസ് മേധാവിയെയും സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചിരുന്നു എന്നാണ് വാർത്ത. ഇതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടുതൽ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം RSS ജനറൽ സെക്രട്ടറി കണ്ടത് എന്നായിരുന്നു ഇന്ന് ഉയർന്നു വന്ന ആരോപണങ്ങൾ. ADGP MR അജിത് കുമാറും RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ലയുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തെ മുഖ്യമന്ത്രിയിലേക്കാണ് പ്രതിപക്ഷം തിരിച്ചുവിടുന്നത്. മുഖ്യമന്ത്രിയുടെ RSS ബാന്ധവം എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് തൊടുത്ത അസ്ത്രം CPIM-നെയും സർക്കാരിനെയും ചുട്ടുപൊള്ളിക്കുകയാണ്. കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന് MR അജിത് കുമാറിന്റെ വിശദീകരണം എരുതിയിലെ എണ്ണയായി. വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ADGP MR അജിത് കുമാറിനോട് വിശദാംശങ്ങൾ തേടിയത്. RSS ദേശീയ ജനറൽ സെക്രട്ടറിയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. ADGP RSS നേതാവിനെ കണ്ട വിവരം തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് പിറ്റേ ദിവസം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെയും ഇന്റലിജൻസ് മേധാവിയെയും സർക്കാരിനെയും അറിയിച്ചിരുന്നു. കൂടിക്കാഴ്ച വിവരം സർക്കാർ അറിഞ്ഞിട്ടും ADGPയോട് ആ ഘട്ടത്തിൽ വിശദീകരണം ചോദിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP RSS നേതാവിനെ കണ്ടതെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദത്തിന് മൂർച്ച നൽകുന്നതാണിത്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് CPIM-ന് വേണ്ടിയല്ല കൂടിക്കാഴ്ച നടന്നതെന്നും VD സതീശൻ പറഞ്ഞു. വാദത്തിന് സമ്മതിച്ച മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ, അല്ലേ? അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിലധികമായല്ലോ. അപ്പോഴും അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണ്. തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണോ? തൃശൂർ പൂരം അലങ്കോലമാക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച വിവരം പുറത്തുവന്നത്. കൂടിക്കാഴ്ചയിൽ കടുത്ത നിലപാടിലാണ് CPI. ഇടത് ചെലവിൽ ഒരു ഉദ്യോഗസ്ഥനും ചർച്ച നടത്തേണ്ടെന്നും കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. എന്ത് കാര്യമാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് RSSന്റെ മേധാവിയുമായിട്ട് പങ്കിടാനുള്ളത് നിങ്ങൾക്കറിയില്ല. സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് LDF-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. കൂടിക്കാഴ്ചയിൽ വെട്ടിലായ CPIM ദുർബല പ്രതിരോധമാണ് ഉയർത്തുന്നത്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ CPIM-ന് എന്ത് ഉത്തരവാദിത്തമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. RSSന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾ പിന്മാറിയത് മുഖ്യമന്ത്രിയുമായുള്ള ഡീലെന്നായിരുന്നു കോൺഗ്രസ് ആരോപണം. ADGP RSS നേതാവ് കൂടിക്കാഴ്ച പുറത്തുവന്നതോടെ ആരോപണത്തിന്റെ മൂർച്ച കൂട്ടുന്നു പ്രതിപക്ഷം. ADGPയെ പറഞ്ഞുവിട്ടത് മുഖ്യമന്ത്രി, ലക്ഷ്യം അക്കൗണ്ട് തുറക്കാൻ BJPയെ സഹായിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ADGPയിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ട സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ന്യൂസ് ഡെസ്ക് 24.